എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ 4ാം T20 മത്സരത്തിലെ ഹൃദയഭേദകവും അപമാനകരവുമായ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ തളം കെട്ടിനിന്നത് ഭയാനകമായൊരു ശ്മശാനമൂകതയായിരുന്നു. അവിടെയിരുന്ന ഓരോ കളിക്കാരന്റെയും മുഖത്ത് നിരാശയും ഭയവും നിഴലിച്ചു നിന്നു. അക്സർ പട്ടേൽ അസ്വസ്ഥതയോടെ തന്റെ ഷൂ ലേസുകൾ അഴിക്കുകയും വീണ്ടും കെട്ടുകയും ചെയ്തുകൊണ്ടിരുന്ന ആ കാഴ്ച മാത്രമായിരുന്നു ഡ്രസ്സിംഗ് റൂമിലെ സ്ഫോടനാത്മകമായ അന്തരീക്ഷം എത്രത്തോളം ഭാരമേറിയതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ആർക്കും പരസ്പരം മുഖത്ത് നോക്കാൻ പോലും ആകാത്തത്ര കുറ്റബോധവും നിരാശയും അവിടെ നിറഞ്ഞു നിന്നിരുന്നു. അപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിലെ TV സ്ക്രീനിൽ ഇന്ത്യൻ നായകൻ ശ്രേയസ് അയ്യരുടെ ആ എക്സ്ക്ലൂസീവ് പോസ്റ്റ് മാച്ച് പ്രതികരണം തെളിഞ്ഞു വന്നത്. ആ വാക്കുകൾ കേട്ട് അവിടെയുണ്ടായിരുന്ന ഓരോ കളിക്കാരന്റെയും ശ്വാസം നിലച്ചുപോയി. തോൽവിയുടെ 7 പ്രധാന കാരണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു നായകൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിക്കും അഭിഷേക് ശർമ്മയ്ക്കും ടീം കോമ്പിനേഷനും നേരെ അദ്ദേഹം തൊടുത്തുവിട്ട രൂക്ഷമായ വിമർശനങ്ങൾ കേട്ട് ഇന്ത്യൻ ടീം ഒന്നടങ്കം നടുങ്ങിത്തെറിച്ചു. അയ്യരുടെ ഓരോ വാക്കിലും നിറഞ്ഞുനിന്ന കടുത്ത രോഷവും സങ്കടവും കേട്ട് തിലക് വർമ്മയുടെയും ഇഷാൻ കിഷന്റെയും കണ്ണുകൾ വരെ ഈരനണിഞ്ഞുപോയി. ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൗണ്ടിൽ നടന്ന ഈ നിർണായക മത്സരത്തിൽ ടോസ് നേടിയ നായകൻ ശ്രേയസ് അയ്യർ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് ഇത്രത്തോളം വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് പേസർമാർ തീ പാർന്ന പന്തുകളുമായി ഇന്ത്യൻ മുൻനിരയെ ശ്വാസമുട്ടിച്ചു. നോട്ടിംഗ്ഹാമിലെ തോൽവിക്ക് ശേഷം ഈ ജീവൻ മരണ പോരാട്ടത്തിൽ 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും ചേർന്ന് റൺസിന്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷകൾക്ക് ചിറക് നൽകിക്കൊണ്ട് വൈഭവ് തന്റെ ആക്രമണോത്സുകത പുറത്തെടുക്കുകയും ജോഫ്ര ആർച്ചറുടെ വേഗതയേറിയ പന്തങ്ങളെ അതിജീവിച്ച് കേവലം 10 പന്തുകളിൽ നിന്ന് ഒരു സിക്സറും ഒരു ബൗണ്ടറിയുമടക്കം 15 റൺസ് അടിച്ചുകൂട്ടുകയും ചെയ്തു. എന്നാൽ മത്സരത്തിന്റെ ഗതി മാറ്റിയ ആ ആത്മഹത്യാപരമായ നിമിഷം സംഭവിച്ചത് 3ാം ഓവറിലായിരുന്നു. ഓഫ് സ്റ്റംപിന് പുറത്തു കുത്തിയുയർന്ന ആർച്ചറുടെ ഒരു തീപ്പൊരി പന്തിൽ പ്രഹരിക്കാൻ ശ്രമിച്ച വൈഭവിന് പിഴച്ചു. പന്ത് ബാറ്റിലെ മുകൾ ഭാഗത്ത് തട്ടി മിഡോണിൽ നിന്നിരുന്ന സാം കറന്റെ കൈകളിൽ വിശ്രമിച്ചപ്പോൾ വലിയൊരു സ്വപ്നമാണ് അവിടെ തകർന്നടിഞ്ഞത്. ഈ വൻ തകർച്ചയുടെ ആഘാതം മാറുന്നതിനു മുൻപ് തന്നെ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിച്ച അഭിഷേക് ശർമ്മയും വിക്കറ്റ് വലിച്ചെറിഞ്ഞു. സ്പിന്നർ ആദിൽ റഷീദിന്റെ പന്തിൽ ഒരു കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച അഭിഷേക് ടൈമിംഗ് പിഴച്ച് 14 പന്തിൽ നിന്ന് 16 റൺസുമായി പവലിയനിലേക്ക് മടങ്ങി. ഫോമിലായിരുന്ന 2 ഓപ്പണർമാരെയും തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ടതോടെ ഇന്ത്യൻ ബാറ്റിംഗ് നിര വലിയൊരു പ്രതിസന്ധിയുടെ പടുകുഴിയിലേക്ക് വീണു. ഓപ്പണർമാർ പുറത്തായതോടെ ക്രീസിലെത്തിയ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനിലും നായകൻ ശ്രേയസ് അയ്യറിലുമായിരുന്നു പിന്നീട് ആരാധകരുടെ മുഴുവൻ പ്രതീക്ഷയും. എന്നാൽ ഈ നിർണായക മത്സരത്തിൽ ഇഷാൻ കിഷൻ പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. വെറും 6 പന്തുകൾ മാത്രം നേരിട്ട അദ്ദേഹം 4 റൺസുമായി ജോഷ് ടങ്ങിന്റെ പന്തിൽ സാം കറന് ക്യാച്ച് നൽകി മടങ്ങി. പവർ പ്ലേക്കുള്ളിൽ തന്നെ മുൻനിര വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണപ്പോൾ ഇന്ത്യൻ ടീം പൂർണ്ണമായും പ്രതിരോധത്തിലായി. എന്നാൽ ഈ മഹാദുരന്തങ്ങൾക്കിടയിലും മറുഭാഗത്ത് നായകൻ ശ്രേയസ് അയ്യർ ഒരു കൊടുങ്ങാറ്റിലും കുലുങ്ങാത്ത ഒരു വൻമരം പോലെ ഉറച്ചുനിന്നു. നായകന്റെ ഉത്തരവാദിത്തം നെഞ്ചിലേറ്റി മൈതാനത്തിന്റെ 4 പാടും അദ്ദേഹം കണ്ണർജിപ്പിക്കുന്ന ഷോട്ടുകൾ പായിച്ചു. ഇംഗ്ലീഷ് ബൌളർമാരെ നിർദ്ദയം പ്രഹരിച്ചുകൊണ്ട് വെറും 49 പന്തുകളിൽ നിന്ന് 5 കൂറ്റൻ സിക്സറുകളുടെയും 4 ബൗണ്ടറികളുടെയും അകമ്പടിയോടെ 80 റൺസ് നേടിയ അയ്യരുടെ അപ്പുറത്താകാത്ത ഇന്നിംഗ്സ് ചരിത്രത്തിൽ തന്നെ ഇടം നേടേണ്ടതൊന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മറ്റു ബാറ്റർമാരിൽ നിന്ന് യാതൊരു പിന്തുണയും ലഭിച്ചില്ല. കൂറ്റനടികൾക്ക് പേരുകേട്ട ശിവം ഡൂബെ 23 പന്തിൽ 22 റൺസ് നേടി വിൽ ജാക്സന്റെ പന്തിൽ ടോം ബാൻഡിന് ക്യാച്ച് നൽകി മടങ്ങി. ഉപനായകൻ തിലക് വർമ്മ 8 പന്തിൽ 11 റൺസ് നേടി രഹാൻ അഹമ്മദിന്റെ ക്യാച്ചിലൂടെ പുറത്തായി. വാഷിംഗ്ടൺ സുന്ദർ 8 പന്തിൽ 5 റൺസ് എടുത്തും അതിദയനീയമായി കീഴടങ്ങി. അങ്ങനെ ശ്രേയസ് അയ്യരുടെ ആ ഒറ്റയാൾ പോരാട്ടത്തിന്റെ പിൻബലത്തിൽ മാത്രം ഇന്ത്യൻ ടീം 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എന്ന ഭേദപ്പെട്ട സ്കോറിലെത്തി. ജോഷ് ടങ് 4 ഓവറിൽ 36 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ആർച്ചറിന് 2ഉം വിൽ ജാക്സനും ആദിൽ റഷീദിനും ഓരോ വിക്കറ്റും ലഭിച്ചു. തുടർന്ന് 169 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എഴുതിയ ഇംഗ്ലണ്ട് ടീമിന്റെ തുടക്കം അതിമാരകവും രക്തദാഹം നിറഞ്ഞതുമായിരുന്നു. ഫിലിപ്പ് സാൾട്ടും നായകൻ ഹാരി ബ്രൂക്കും ചേർന്ന് ഇന്ത്യൻ ബൌളർമാരെ തുടക്കം മുതൽ തന്നെ നിഷ്കരണം വേട്ടയാടി. അർഷ്ദീപ് സിംഗിന്റെ പന്തിൽ ജോസ് ബട്ട്ലർ 8 റൺസ് എടുത്ത് ഇഷാൻ കിഷന് ക്യാച്ച് നൽകി മടങ്ങിയത് മാത്രമായിരുന്നു ഇന്ത്യക്ക് ലഭിച്ച ഏക ആശ്വാസം. എന്നാൽ പിന്നീട് ക്രീസിലെത്തിയ ഹാരി ബ്രൂക്ക് മൈതാനത്ത് അഗ്നിവർഷം നടത്തി. വെറും 23 പന്തുകളിൽ നിന്ന് 3 പടുകൂറ്റൻ സിക്സറുകളും 7 അതിമനോഹരമായ ബൗണ്ടറികളുമടക്കം 58 റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം പുറത്താകാതെ നിന്നു. മറുഭാഗത്ത് ഫിലിപ്പ് സോൾട്ട് 28 പന്തുകളിൽ നിന്ന് 6 ബൗണ്ടറികളുടെയും ഒരു സിക്സറിന്റെയും അകമ്പടിയോടെ 38 റൺസ് നേടി മികച്ച പിന്തുണ നൽകി. ഇന്ത്യൻ ബൌളിംഗ് നിര പൂർണ്ണമായും ദിശാബോധമില്ലാതെ ഒഴിഞ്ഞെന്ന കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. അർഷ്ദീപ് സിംഗ് 2 ഓവറിൽ 15 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്തപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ, പ്രിൻസ് യാദവ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ശിവം ഡൂബെ എന്നിവരെല്ലാം ഇംഗ്ലീഷ് ബാറ്റർമാരുടെ ബാറ്റിന്റെ ചൂടറിഞ്ഞു. ഫലമോ വെറും 9.3 ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 116 റൺസ് അടിച്ചുകൂട്ടി ഇംഗ്ലണ്ട് മത്സരം പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കി. ഹൃദയം തകർക്കുന്ന ഈ ദൃശ്യങ്ങൾ തത്സമയം കണ്ട കോടിക്കണക്കിന് ഇന്ത്യൻ ആരാധകരും ഡ്രസ്സിംഗ് റൂമിലെ കളിക്കാരും അക്ഷരാർത്ഥത്തിൽ കണ്ണീരണിഞ്ഞു. ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു പതനമായിരുന്നു അത്. ഈ ചരിത്രപരമായ പരാജയത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാനെത്തിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഉള്ളിലെ സങ്കടവും കലിയും അണപട്ടി ഒഴുകി. ക്യാമറകൾക്ക് മുന്നിൽ സംസാരിക്കാൻ തുടങ്ങിയവേ രാജ്യത്തിന്റെ അഭിമാനം തകർന്നതിന്റെ വേദനയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറി കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ പെട്ടെന്ന് തന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ തോൽവിയുടെ കാരണങ്ങൾ എണ്ണി പറഞ്ഞു. മൈക്രോഫോൺ കയ്യിലെടുത്ത ഉടനെ അദ്ദേഹം ആദ്യം ലക്ഷ്യം വെച്ചത് യുവ ഓപ്പണർമാരായ വൈഭവിനെയും അഭിഷേകിനെയുമാണ്.
യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയായിരുന്നു. മത്സരത്തിന് മുൻപ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഞാൻ വളരെ വ്യക്തമായി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തതാണ്, ഇംഗ്ലണ്ടിലെ ഈ പിച്ചുകളിൽ തുടക്കത്തിൽ കുറച്ച് ക്ഷമ കാണിക്കണമെന്നും പവർ പ്ലേയിൽ വിക്കറ്റ് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും. എന്നാൽ മൈതാനത്തിറങ്ങിയപ്പോൾ വൈഭവിന്റെയും അഭിഷേകിന്റെയും ഭാഗത്തുനിന്ന് കണ്ടത് തികഞ്ഞ അപക്വതയും അക്ഷമയുമാണ്. വൈഭവ് ഒരു സിക്സർ അടിച്ചു എന്നത് ശരി തന്നെ, പക്ഷേ തുടർച്ചയായി രണ്ടാമത്തെ തവണയും ആർച്ചറുടെ അതേ ഷോർട്ട് പിച്ച് പന്തിൽ വീണ് തന്റെ വിലപ്പെട്ട വിക്കറ്റ് വലിച്ചെറിഞ്ഞത് തികച്ചും നിരാശാജനകമാണ്. അതുപോലെ സ്പിന്നർക്കെതിരെ അഭിഷേക് ശർമ്മ കാണിച്ച തിടുക്കവും ഒരു ആത്മഹത്യാപരമായ തീരുമാനമായിരുന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഗല്ലി ക്രിക്കറ്റോ ആഭ്യന്തര മത്സരമോ അല്ല ബോസ്. ഇവിടെ സാഹചര്യങ്ങളെയും ബൌളർമാരുടെ മാനസികാവസ്ഥയെയും കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയണം. കണ്ണടച്ച് ബാറ്റ് വീശിയാൽ ജയിക്കാൻ കഴിയില്ല. ഈ യുവതാരങ്ങൾ അവരുടെ സമീപനം മാറ്റിയേ തീരൂ. തുടർന്ന് ടീമിന്റെ മധ്യനിരയെയും ബൌളിംഗ് വിഭാഗത്തെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. മുൻനിര തകർന്നപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഇഷാൻ കിഷനും ശിവം ഡൂബെയും തിലക് വർമ്മയും തികച്ചും നിരുത്തരവാദപരമായാണ് വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞത് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. തനിക്ക് മറുഭാഗത്ത് നിന്ന് ഒരാളിന്റെയെങ്കിലും പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്കോർ 200 കടത്താൻ തനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുമായിരുന്നു എന്ന് അദ്ദേഹം നിസ്സഹായതയോടെ പറഞ്ഞു. ബൌളർമാരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സ്കോർ ബോർഡിൽ വെറും 158 റൺസ് മാത്രമുള്ളപ്പോൾ പവർ പ്ലേയിൽ വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിയുന്ന മൂർച്ചയുള്ള ബൌളിംഗ് വേണമായിരുന്നുവെന്നു. എന്നാൽ ഹാരി ബ്രൂക്കിനും സാൾട്ടിനും അനായാസം റൺസ് വിട്ടുകൊടുത്തത് ടീമിന്റെ തന്ത്രപരമായ അച്ചടക്കമില്ലായ്മയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് കോൺഫറൻസിന്റെ അവസാന നിമിഷങ്ങളിൽ സെലക്ടർമാർക്കും ടീം മാനേജ്മെന്റിനും ശക്തമായൊരു മുന്നറിയിപ്പ് നൽകാൻ അദ്ദേഹം മറന്നില്ല. ഇന്ത്യൻ T20 ടീമിലേക്ക് അനുഭവസമ്പന്നരായ സീനിയർ താരങ്ങളുടെ മടങ്ങിവരവ് അനിവാര്യമാണെന്നും ഓപ്പണിംഗ് കോമ്പിനേഷനിൽ അടിയന്തര മാറ്റങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഭിഷേകും വൈഭവും തങ്ങളുടെ തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ വരും മത്സരങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും അതിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം ഒട്ടും മടിക്കില്ല എന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു കൊടുങ്കാറ്റിന് തുടക്കം കുറിക്കുകയായിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.